ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് വലുതായി പോയി. എന്തായാലും ലോങ് വീഡിയോ ആക്കാറായിട്ടോ. ഇങ്ങനെ വ്രതം എടുത്ത ടൈമിൽ ചേമ്പ് എടുത്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതാണത്. അപ്പം കാണാത്തവർ ഒന്നും കൂടി കണ്ടോളൂ. എനിക്ക് കുറേ ചേമ്പൊക്കെ കിട്ടിയിട്ടോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് അത്രയും ചേമ്പൊക്കെ കിട്ടിയപ്പോൾ പ്രതീക്ഷിക്കാണ്ട് തന്നെ കിട്ടി. ഞാൻ എൻ്റെ ശ്രമം അവസാനിപ്പിക്കാതെ 2 വലിയ ചേമ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വലിച്ചെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു കിട്ടുന്നില്ല, കാരണം നമ്മൾ മാറ്റി കുഴിച്ചിടാത്തത് കൊണ്ട് ചേമ്പൊന്നും അത്രയ്ക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ കളച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്ക് കുറേ ചേമ്പ് കിട്ടി. ഗുരുവായൂർ ഏകാദശിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മൾക്ക് ഏകദേശം ദിവസം എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ എനിക്ക് തന്നെ കിട്ടി കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ അന്ന് തന്നെ വേവിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസം അങ്ങനെ എടുത്തു. അതിൻ്റെ കൂടെ എനിക്ക് അതും മീൻകറി കൂട്ടി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ കപ്പയും മീൻകറിയൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ചേമ്പും ഇങ്ങനെ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ചേമ്പും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേമ്പ് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. ഞാൻ ചേമ്പ് അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. അപ്പം ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ധൈര്യപൂർവ്വം കഴിക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഫ്രൈഡേത്തെ വീഡിയോ ആണ്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ടൈം ഒരു സൂപ്പർ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ റബ്ബർ ബാൻഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. റബ്ബർ ബാൻഡ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം സെയിം കളർ കിട്ടിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ടോ. അപ്പോൾ ബാക്കത്തെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെയൊക്കെ എടുത്ത് ചെറിയ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ വീണ്ടും 2 സൈഡിൽ നിന്നും എടുത്ത് അങ്ങനെ ചെയ്യാറില്ലേ നമ്മൾ. അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പണി പെട്ടു. എൻ്റെ കൈയൊക്കെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഭയങ്കര കടയാൻ തുടങ്ങി കേട്ടോ. ഇതിൽ ഇപ്പം ഞാൻ വീഡിയോ സ്പീഡിലിട്ടത് കൊണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് അറിയില്ല. ഇങ്ങനെ ചെയ്ത് എൻ്റെ കൈയൊക്കെ കടഞ്ഞു. കുറേ ഇങ്ങനെ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ലാസ്റ്റ് റിസൾട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈല്. ഇതാ അപ്പം ലാസ്റ്റത്തെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. നോക്കിയേ, കണ്ട നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ച് ഒരേ കളർ വാങ്ങിച്ച് നമുക്ക് ഇതിൽ സ്വീക്കൻസ് ഒക്കെ ഇങ്ങനെ വെച്ചൊക്കെ കൊടുക്കാം. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത്. കുറച്ചൊക്കെ കോളായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിമ്പിളായിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നതല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതാ ഉണ്ണി അപ്പോൾ ബാഗൊക്കെ തൂക്കി ഇതാ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് മഴയൊക്കെ ഇങ്ങനെ ചാറുണ്ടായിരുന്നു. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണി ഇടക്കട്ടെ ഷുഡു എങ്ങടാ പോണ്? അമ്പാടിയുടെ വീട്ടിലേക്ക് പോവാ. ബായ്. അപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ ഞങ്ങൾ അമ്പാടിയുടെ വീട്ടിൽ പോവാണ്. അതായത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയൻ്റെ പേരാണ് അമ്പാടി. അവൻ അമ്പാടി മാമാന്ന് വിളിക്കും, ചിലപ്പോൾ അമ്പാടി വിളിക്കും, ചിലപ്പോൾ അമ്പാടി ഏട്ടാന്ന് വിളിക്കും. അങ്ങനെ ഓട്ടമൊക്കെ വന്നിട്ട് അവൻ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ ചാറുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിലേക്ക് ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഉണ്ണി ഓട്ടോയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്പാടിക്ക് ഇപ്പോൾ വെക്കേഷനാണ്, സെക്കൻഡ് സെം കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ദാ ഞങ്ങളുടെ ലവ് ബേർഡ്സിൻ്റെ ഒന്നിങ്ങനെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ എന്താ വേറൊരു ബേർഡും കൂടി ഉണ്ട്. ഇതിൻ്റെ പേര് ആൽബിച്ചു എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു കിളി കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എത്ര കണ്ടാലും മതിയാവാത്തതാണ് ദിലീപിൻ്റെ മൂവീസ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപിൻ്റെ മൂവി. അപ്പം അങ്ങനെ പാണ്ടിപ്പടം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കണ്ടു. അപ്പോഴേക്കും മരം വെട്ടാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി അമ്മമ്മയൊക്കെ അതാ പേടിച്ചിട്ട് നിൽക്കണം മരത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട്. പാവം മാങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അവർ ആ മെഷീൻ ഓൺ ചെയ്തത്. അപ്പം തന്നെ അമ്മ പേടിച്ചിട്ടോ. അമ്മമ്മയും ഉണ്ണിയൊക്കെ പേടിച്ച് ഓടിപ്പോയി. ഉണ്ണീനെ കാണാനേ ഇല്ല.
അങ്ങനെ അതിന് കുറേ മാങ്ങകളൊക്കെ കിട്ടി. ഞാനും ഉണ്ണിയും മാങ്ങയൊക്കെ കഴിച്ചിട്ടോ. എനിക്ക് തോന്നുന്നു ഉണ്ണി ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഇങ്ങനെ പച്ച മാങ്ങ തിന്നണത്. അവ അതങ്ങനെ കടിച്ച് വലിച്ച് തിന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു മാങ്ങയായിരുന്നു കേട്ടോ, വലുതൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷം. അപ്പം ഇങ്ങനെ കുറേ കാട് പോലെ പിടിച്ചിരുന്നപ്പോൾ ചെറിയ ചില്ലകൾ മാത്രമായിട്ടോ വെട്ടിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ചാർലിക്ക് കുറച്ച് നേരം അവിടുത്തെ പട്ടിക്കുട്ടിയാണ്, അപ്പം അതിന് ഞാൻ കുറച്ച് നേരം ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ. മാസങ്ങൾക്ക് ശേഷം ഞാൻ അവനെ കാണുള്ളൂ. പക്ഷെ അവന് എന്നോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കേട്ടോ. ഒന്നും കടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ എനിക്ക് പേടിയാണ്. എന്നാലും ഞാൻ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അവൻ്റെ കൂടെ. എന്നെ ഒന്നും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. ചാർലി നാ, ചാർലി നാ, നാ, ചാർലി നാ, 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 ചാർലി നാ, 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 take, take, Take. take, good boy, good boy, Charlie, good boy. തൊട്ടോ, good boy, Charlie, Charlie, good boy. ഉണ്ണിയുടെ കൂടെ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി. അവന് കുറച്ച് മൂഡ് വേണം, എന്നാൽ മാത്രമേ വരുള്ളൂ. ഇതാണ് എൻ്റെ റീൽസൊക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് കേട്ടോ, ഡാൻസ് എൻ്റെയും ഉണ്ണിയുടെയും. പക്ഷെ ഇതാണ് ശരിക്കത്തെ അവസ്ഥ. കുറേ ഞാൻ പിടിച്ചു വലിച്ചാൽ മാത്രമേ അവൻ വരുള്ളൂ. അതൊന്നും ആർക്കും അറിയില്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി ഇരുന്ന് അൽഫാം കഴിച്ചു, പൊറോട്ട കഴിച്ചു, അങ്ങനെ കഴിച്ചിട്ടോ. പിന്നെ രാത്രി ഞങ്ങൾക്ക് മൂവി ടൈമായിരുന്നു. ഒരു മൂവിയൊക്കെ കണ്ടു കേട്ടോ. ഏത് മൂവിയെ കണ്ടെന്നറിയാം? തുമ്പാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹിന്ദി മൂവിയാണ് കേട്ടോ. അതിൻ്റെ തമിഴ് ഉണ്ടായിരുന്നു, അതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു. അനിയൻ സൂപ്പറാണെന്ന് ഏത് മൂവി പറഞ്ഞാലും ലാസ്റ്റ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇത് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയായിരുന്നു കേട്ടോ. ഞാൻ മീഷോന്ന് മേടിച്ച ഒരു യൂസ്ഫുൾ ഐറ്റം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഗേൾസിനൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവും. പ്രഗ്നൻസി ടൈമിൽ ഈ വയറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പം അത് എപ്പോഴും മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റേണിറ്റി ഷൂട്ട് അതൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഡെലിവറിക്ക് ശേഷം വീണ്ടും ആ ഡ്രസ്സൊക്കെ ഇട്ടാലോ വീണ്ടും ചോദിക്കും പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വയറ് കാരണം എനിക്ക് ഇടാനേ തോന്നാറില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് മീഷോ നോക്കിയപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ. അപ്പൊ അത് ഇട്ടതിന് ശേഷം എൻ്റെ വയറൊക്കെ ഉണ്ടോ നന്നായിട്ട് പോയി. ശരിക്കും എനിക്ക് നല്ല വയറ് ഇങ്ങനെ ചാടി നിൽക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല കമ്മിയായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നെ പോലെ വയറ് ചാടിയ സങ്കടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്കിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വെയിറ്റ് ലോസ് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു മിനി വ്ളോഗ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബൈ.